ലാസ്റ്റ് എപ്പിസോഡ് എൻഡായിരുന്നത് യുന്നാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ ആ ഡയറിയൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലായിരുന്നു. തുടർന്ന് എന്താണ് നടന്നതെന്ന് അറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. ശേഷമാണെങ്കിൽ അവരുടെ പെർഫോമൻസ് ഡേ എത്തിയിരിക്കുകയാണ്. സ്പോർട്സ് മീറ്റിൻ്റെ ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ഹീറോയിൻ യുന്നിനെ തപ്പി നടക്കുകയാണ്. അപ്പോൾ യുന്നാണെങ്കിൽ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങുവാണ്. ഇത് കണ്ട് നീ തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങണം, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. സമയത്ത് ഞാൻ കുറച്ച് ടയേർഡായി പോയായിരുന്നു. ലാസ്റ്റ് ഡേ ഞാൻ ഒത്തിരി ഉറങ്ങാനൊന്നും പറ്റില്ല, ഹോസ്പിറ്റലിലൊക്കെ പോയതിന് ശേഷം എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അവളും ഓക്കെ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാകണം. പക്ഷെ നമ്മുടെ യുന്നാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഉറക്കം പോവുകയും അവൾ അച്ഛനെ നോക്കാനൊക്കെ ആയിട്ട് പോയി നിൽക്കുക എന്നൊക്കെ തുടർന്നാണെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അത് അവളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ സെന്നാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ കാണിക്കുന്നത് ഹീറോയെ ആണെങ്കിൽ ആ സ്കൂളിലേക്ക് വരുന്ന ആ ഒരു സീനിലാണ്. അവൻ്റെ അമ്മയുടെ ഒപ്പമാണ് വരുന്നത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഫേമസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് വരുന്നുണ്ട്, സോ അതുകൊണ്ട് മാത്രം തന്നെ ഞാനിപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവിടെ പോയിട്ട് പ്രൊഫസേഴ്സിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് ക്യാമ്പിലേക്ക്, ഒളിമ്പിയാഡ് ക്യാമ്പിലേക്ക് പോകണമെന്ന് പറയണം. അതായത് ഇവൻ വീട് വിട്ട സ്കൂൾ വിട്ട വീട് എന്നൊക്കെ ഒരു രീതിയിലാണ്. ഇവന് വേറൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ഇവന് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇവൻ്റെ അമ്മ കൊടുക്കുന്നുള്ളൂ. അതായത് ഇവൻ്റെ ഫ്രണ്ട്സിനെ കാണാനോ സംസാരിക്കാനോ അങ്ങനെ ഒരു ഓപ്ഷനും കൊടുക്കാതെ ഇവൻ ജയിലിൽ കഴിയുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ കഴിയുന്നത്. അതിനുശേഷമാണെങ്കിൽ ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് അമ്മ പറയുകയാണ്. അതായത് പ്രൊഫസേഴ്സിനെ കാണാനായിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കയറി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഫസേഴ്സിനെ കാണാൻ അമ്മയ്ക്ക് പറ്റില്ല, അത് സ്കൂളിൽ നിന്ന് എനിക്ക് മാത്രമേ അനുവാദമുള്ളൂ, ചില സ്റ്റുഡൻസിന് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഈ സമയത്താണെങ്കിൽ കുഴപ്പമില്ല, ഞാനാണെങ്കിൽ തന്നെ ക്ലാസ്സസിന് എന്തായാലും എനിക്ക് കാണുന്നുണ്ട്, ഞാൻ ആ പുള്ളിക്കാരെ കാണാനായിട്ട് വരുന്നുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്തും അവനും ഓക്കെ പറയുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സ്ഥലത്ത് ചീർ ഗേൾസ് എല്ലാം തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുങ്ങി ഇറങ്ങി നടന്ന് പോവുകയാണ്. സോ ഇത് നമ്മുടെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കാണുകയാണ്. കണ്ട ഉടനെ ആണെങ്കിൽ അവരിങ്ങനെ പറയുകയാണ് നമ്മുടെ ചെറിയ ഇത്രയ്ക്കും സുന്ദരിയാണെന്ന് ഞാൻ ഇപ്പോഴും കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇവളിപ്പോൾ ഒരു പെണ്ണായിട്ട് ആദ്യമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. ബാക്കി ഫ്രണ്ട്സിലാണ് പറയുന്നത്. അതായത് അവൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും അവളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ക്ലാസ് ലീഡറിനാണെങ്കിൽ നമ്മുടെ ചെറിയനെ കാണുന്നുണ്ട്. ചെറിയനെ കണ്ടപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇത് നമ്മൾ വല്ലാത്ത സുന്ദരിയാണല്ലോ, ഒരു പ്രത്യേകതര ഭംഗി അവൾക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മളെ അവനൊരു ക്രഷ് അടിച്ച രീതിയിൽ ആ സമയത്ത് കാണിക്കുന്നുണ്ട്. അവനെന്നെ വല്ലാത്ത രീതി നോക്കണം. ബാക്കിയുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് നോക്കണമെന്നും പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫൈനൽ റിഹേഴ്സലായിട്ടാണ് അവർ വന്നേക്കുന്ന സമയത്ത് ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഫസേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളിച്ചതിന് ശേഷം അവരുടെ കൂടെ പോയി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊരു അവസരമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവന് ഓൾറെഡി വയ്യാതിരുന്നുകൊണ്ട് അവളെയാണ് എല്ലാവരും ഇങ്ങനെ ഒരാളെ പൊക്കണം. ഇവർ 4 പേരുള്ള ഗ്രൂപ്പിൽ 3 പേരുടെ കൂടി ഒരാളെ പൊക്കേണ്ട ഒരു പരിപാടിയുണ്ട്. സോ പൊക്കി നിർത്തുന്ന സമയത്ത് യുന്നാണെങ്കിൽ അടിച്ച് താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. സമയത്താണെങ്കിൽ യുൻ എന്ത് പറ്റുന്നതാണ് എല്ലാവരും നോക്കിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് സ്ലിപ്പായി പോയി വീണ് പോയാന്ന് പറയണം. അപ്പോൾ ടീച്ചറാണെങ്കിൽ അപ്പോൾ റെസ്റ്റ് എടുക്കുക, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചെയ്ത്, സേഫ്റ്റിയാണ് മുഖ്യം, നന്നായിട്ട് ചെയ്ത് ശരിയാക്കാൻ പറയണം. അതേ സമയത്ത് സെൻ പറയുകയാണ് നീ ഇപ്പോൾ വീണതിന് കാരണം ഇപ്പോൾ അറിയാതെ വീണ് പോയതല്ലല്ലോ, നീ രാത്രി ഒന്നും ഉറങ്ങാതിരുന്നുകൊണ്ടല്ലേ എന്ന് സെന്ന് പറയണം. അവൾ കേട്ട കാര്യങ്ങളൊക്കെ ടീച്ചറിനോട് പറയുകയാണ്. അതേ സമയത്ത് നീ ഉറങ്ങാറില്ലേ, നീ രാത്രി ഉറക്കം ശരിയായില്ലേ എന്നൊക്കെ ചോദിക്കണം. നീ റെസ്റ്റ് എടുക്കാതിരുന്നത്, ഇനി റെസ്റ്റ് എടുക്കാതിരുന്നാൽ ഞാൻ ഡാൻസ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ടോ, അത് ശരിയാവുന്നില്ലെന്ന് പറയണം. അതേ സമയത്ത് അവളാണെങ്കിൽ അത് കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയിക്കോളാം എന്ന് പറയുകയാണ്. ഈ സമയത്ത് ടീച്ചറാണെങ്കിൽ പറയുകയാണ് അതായത് ഇത് ശരിയാവും തോന്നുന്നില്ല, കാരണം ഇത്രയും വയ്യാതിരിക്കുന്ന ശേഷം ഇവിടെ നിന്നെ പൊക്കി വരുന്ന സമയത്ത് നീ പുറകോട്ട് വല്ല പോയി തലയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഇതെന്തുമാത്രം അപകടത്തിലേക്ക് പോകുന്നറിയാവോ. ഒരു പെർഫോമൻസിന് വേണ്ടി മറ്റുള്ളവരുടെ സേഫ്റ്റി ഇല്ലാതാക്കാമെന്ന് എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 4 പേരും ഇന്ന് കളിക്കണ്ട, മാറാൻ പറയണം. ഈ സമയത്താണ് സെന്നും പറയണം എനിക്കതിനോട് തന്നെയാണ് താല്പര്യം ടീച്ചറെ, ഇവരെ മാറ്റി തന്നെയാണ് നല്ലത്, ഇനി ഇവർ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് മോശമാവും, ഇനി ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ സേഫ്റ്റി വളരെ മുഖ്യമുണ്ട്, ഒരു 4 പേരെ മാറ്റാമെന്നും പറഞ്ഞിട്ട് സെന്നാണെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കുകയാണ്. സോ ബാക്കിയുള്ളവർക്ക് ഭയങ്കര സങ്കടമാണ്, കാരണം അവർ കുറേ നാൾ കളിക്കണം എന്ന് ആഗ്രഹിച്ച് ബാക്കി കൂടെയുള്ള 2 പേരും ഹീറോയിന് അത്രയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് ഒരുപാട് സങ്കടമായിട്ട് അവിടുന്ന് പോവാണ്. ശേഷമാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഉറങ്ങണ്ടായിരുന്നു നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഇവിടെ കുറ്റപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ അവളാണെങ്കിൽ അവളുടെ തെറ്റായവളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ ഇവൾ കരയാണ്, അതായത് നമ്മുടെ കൂടുതൽ ഒരു ഫ്രണ്ട് കരയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചു അവളെന്തെങ്കിലും എങ്ങനെ പറയണത്, സോറിയൊക്കെ അവൾ തിരിച്ച് പറയുകയാണ്. അതായത് ഹീറോയിൻ പറയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ഡാൻസ് കളിക്കാത്തതുകൊണ്ട് അല്ല എനിക്ക് സങ്കടം വന്നത്, എനിക്ക് സങ്കടം ഏറ്റവും കൂടുതൽ വരുന്നത് സെൻ അങ്ങനെ പറഞ്ഞല്ലോ. സെന്നാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടില്ല എല്ലാവരും കളിച്ചത്, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, ടീച്ചറിന് വേണ്ടി നമ്മുടെ പേരിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി, പക്ഷെ അവളാണെങ്കിൽ കളിക്കണ്ട, സേഫ്റ്റിയാണ് മുഖ്യം എന്ന് പറഞ്ഞ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരുകയോ ചെയ്ത്. ഇങ്ങനൊരു ഫ്രണ്ടിനെ ഞാൻ ലൈഫിൽ ഫ്രണ്ടായിട്ടൊന്നും ഞങ്ങളെ പരിഗണിച്ചിട്ട് പോലുമില്ല. അവൾ ആകെ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഞങ്ങളെ എല്ലാവരെയും അവളുടെ ഒരു
പുറകിൽ നടക്കുന്ന ഒരാൾ, അവളൊരു ലീഡറും ഞങ്ങളെല്ലാവരും കൂടെ നടക്കുന്ന ഒരു അടിമകളെ പോലെയാണ് അവൾ പരിഗണിച്ചേക്കുന്നത്. അവൾ അത്രയും പോപ്പുലർ ആയതുകൊണ്ടാണ് ഞങ്ങളും അവളുടെ ഒപ്പം നടന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെന്നിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചൊരു കാര്യം തീരുമാനിച്ചു. എന്തുകൊണ്ട് ഈ പൊക്കി നിർത്തുന്ന ആളെ അങ്ങ് മാറ്റിയ പ്രശ്നം തീരൂല. അതായത് പൊങ്ങി നിൽക്കുന്ന ആളുടെ കപ്പാസിറ്റി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ ഇവരെ മാറ്റി നിർത്തുന്നത്. എന്നിട്ട് വേറൊരാളെ മാറ്റിക്കൂടെ എന്നിട്ട് ഇവർ തീരുമാനിക്കുവാണ്. അങ്ങനെ അവരാണെങ്കിൽ ആ ടീച്ചറിനടുത്ത് പറയാം. ടീച്ചറുടെ അടുത്തേക്കും സെന്നാണ് ഭയങ്കര ഉടക്കമാണെന്ന് പറ്റത്തില്ല, എന്തിനും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെ റിഹേഴ്സൽ ചെയ്തിട്ടില്ല, വേറൊരാളെ മാറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലോ. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പോൾ റിഹേഴ്സൽ നോക്കി കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. അവർ ഹീറോയിനെ പൊക്കി നിർത്താനായിട്ടാണ് അവർ തീരുമാനിച്ചേക്കുന്നത്. ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഈ സമയത്താണെങ്കിൽ ടീച്ചറുമാണെങ്കിൽ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സെന്ന അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷം അവരോട് ബാക്കിയുള്ളവരോടും പറയുകയാണ്, ഇത് ജസ്റ്റ് ഒരു പെർഫോമൻസ് ആണ്, ഇത് എത്ര നന്നാവോ മോശമാവോ നമുക്ക് അറിയത്തില്ല. എന്തായാലും മോശമായി പോയാൽ നിങ്ങൾ അതിനെ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെല്ലാം നിങ്ങളുടെ 100% കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ടീച്ചർ ചെയ്യുന്നത്. ശേഷം കാണിക്കുന്ന ഹീറോ ആണെങ്കിൽ അങ്ങനെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവനെയാണെങ്കിൽ പ്രൊഫസേഴ്സൊക്കെ ഉള്ള റൂമിലേക്ക് അവനെ മാറ്റിയേക്കാണ്. അവനവിടെയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് അവൻ്റെ അമ്മയാണെങ്കിൽ പിന്നെ ക്ലാസ് ടീച്ചറിനോട് സംസാരിക്കാനായിട്ട് പോയി. അവരുടെ അമ്മയ്ക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല. സോ ക്ലാസ് ടീച്ചറിനോട് സംസാരിക്കാനായിട്ട് പുള്ളിക്കാരി പോയിരിക്കുകയാണ്. ഈ സമയത്ത് ഇവന് റെസ്റ്റ് റൂമിൽ പോകണമെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് അവളുള്ള ഇടത്തേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. കൃത്യം ഇതേ സമയത്ത് നമ്മുടെ ചിറപ്പ് ഗേൾസിൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവർ വളരെ നന്നായിട്ട് കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കാണണം. എല്ലാവരും അവരെത്ര മനോഹരമായിട്ട് കളിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ കൃത്യം ഹീറോയും അങ്ങോട്ട് കയറി വരുവാണ്. ഡാൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരു വല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നിട്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാവാണ് ഹീറോയിന് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിനെ കണ്ടു കഴിഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷം. ഹീറോയുടെ മുഖത്ത് കണ്ണെടുക്കാതെ തന്നെ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ശേഷം കാണിക്കുന്നത് ഇവർ ചിറപ്പ് ഗേൾസ് എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് പ്രൊഫസേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പോകുന്നത് കാണുവാണ്. അപ്പോഴത്തേക്കും ടീച്ചറാണ് ഞങ്ങളുടെ സ്കൂളിലെ ചിറപ്പ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഹീറോയുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ചെറിയനെ കൂടെ കാണുകയാണ്. കൃത്യം സെന്നും എന്നിട്ട് സെന്നാണെങ്കിൽ ഹീറോയുടെ അമ്മേനെ ഇങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ കയറി വന്നതും ഹീറോയാണെങ്കിൽ ഹീറോയിനെ തന്നെ നോക്കുകയാണ്. ശേഷമാണ് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഹീറോ കൃത്യം അവളുടെ പുറകെ വരുന്നുണ്ട്. ഇവിടെ അറിയാതെ അവൻ്റെ കാല് ചവിട്ടുന്നുണ്ട്. അപ്പോൾ സോറിയൊക്കെ പറയുന്നുണ്ട്, നീ അറിഞ്ഞുകൊണ്ട് ചവിട്ടില്ലെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല അറിയാതെ എന്ന് പറയുകയാണ്. ശേഷം അവർക്ക് പൊക്കം കുറവാണ്ട് ഉള്ളിൽ പൊങ്ങി നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ഹീറോയ്ക്ക് ചിരിയാണ് വരുന്നത്. ശേഷമാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രൊഫസേഴ്സ് എല്ലാം കൂടെ പോവുകയാണ് ചെയ്യുന്നത്. കൃത്യം അവൻ്റെ അമ്മയും അവിടെ വരുന്നുണ്ട്. ശേഷമാണെങ്കിൽ സെൻ പറയുന്നുണ്ട്, നിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ കൊണ്ട് തരാമെന്ന് പറയുകയാണ്. അവനും ഒക്കെ പറയുകയാണ്. ശേഷമാണെങ്കിൽ ഇവരെല്ലാം കൂടെ പുറത്തിറങ്ങണം. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന ഫുഡ് എങ്ങനെയും ഹീറോയ്ക്ക് കൊടുക്കണം. പക്ഷേ അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് മാറുന്നുമില്ല. ഒരു രക്ഷാത്തിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ സെന്നാണെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് കൊടുക്കുന്നതിനപ്പോഴത്തേക്കും നമ്മുടെ യുന്നനാണെങ്കിൽ ഒരു ബുദ്ധി ഉദിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്കും അതുപോലെ ചെയ്തുവിടാമെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് യുന്നാണെങ്കിൽ യുവിനെ വിളിക്കുവാണ്. ശേഷമാണെങ്കിൽ ചെറിക്കും ഹീറോയ്ക്കും കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള കണ്ടുമുട്ടത്തിലൂടെ വഴി ഒരുക്കി കൊടുക്കാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ കായ് ആണെങ്കിൽ ആ ഹീറോയുടെ അമ്മയുടെ അടുത്ത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ടീച്ചർ കുറച്ച് മെറ്റീരിയലും കൂടെ ഇവന് വാങ്ങിക്കാനുണ്ട്, അതും കൂടെ ഒന്ന് വാങ്ങിച്ചോട്ട് പോകാനായിട്ട് പറഞ്ഞെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് ഈ സമയത്താണെങ്കിൽ അവൻ്റെ അമ്മയാണെങ്കിൽ കൂടെ വരാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ പെട്ടെന്ന് അർജൻറ്റായിട്ടൊരു കോൾ വരുവാണ്. സോ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഹീറോടൊപ്പം നിൽക്കാൻ പറ്റാതെ പോകേണ്ട ആവശ്യം വരുവാണ്. അതുകൊണ്ട് ഡ്രൈവറെ കൂടെ വിടുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ ഡ്രൈവറും കൂടെ മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഈ സമയത്താണെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ ഡ്രൈവറിനെ ആണെങ്കിൽ എങ്ങനെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുവാണ്. ഇത് ഈ സമയത്ത് കൃത്യം അവനാണെങ്കിൽ ക്ലാസ് ടീച്ചറിൻ്റെ മുന്നിൽ തന്നെ വന്ന് വിടുവാണ്. ക്ലാസ് ടീച്ചറാണെങ്കിൽ കണ്ടോടെ നീ എൻ്റെ അമ്മയോടൊപ്പം പോയതല്ലേ, പിന്നെ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കേണ്ട സമയത്ത് എനിക്ക് കുറച്ച് മെറ്റീരിയൽസും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അത് വാങ്ങിക്കേണ്ടി വന്നിരിക്കും. അപ്പോൾ സെൻ എനിക്ക് എല്ലാം കൊണ്ട് തന്നില്ലെന്ന് ചോദിക്കുകയാണ്. സെൻ കൊണ്ട് തന്നു, അതിൽ ചിലത് മിസ്സിംഗ് ആണ്, അത് തിരിച്ചെടുക്കാൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുന്നത്. സമയത്ത് ടീച്ചറും ഒക്കെ പറഞ്ഞ ശേഷം അവനെ ഗുഡിലൊക്കെ കൊടുക്കുവാണ്. കാരണം അവന് എക്സാമിന് വരുവാണ്, ഒളിമ്പ്യാഡിൽ എക്സാം വരുവാണ്ട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി അവൻ ഗുഡിലൊക്കെ കൊടുത്തു വിടുവാണ്. ഇതൊക്കെ അറിഞ്ഞാണെങ്കിൽ ഡ്രൈവറാണെങ്കിൽ ഇവനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഫെയും സെന്നും ഇതെല്ലാം കാണുന്നുണ്ട്. അതായത് ഇവരുടെ ഒപ്പം ഇവൻ പോകുന്നത് കാണുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഡ്രൈവറാണെങ്കിൽ ഇവനെ കൂട്ടി പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവർക്ക് സംസാരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണം. അതേ സമയത്ത് ഡ്രൈവർ പറയാണ്, ഞാൻ ആ കടയിൽ നൂഡിൽസ് കഴിക്കാനായിട്ട് പോവാണ്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സംസാരിച്ചുകൊണ്ടിരിക്കാം, അതല്ലെങ്കിൽ നിനക്ക് വണ്ടിക്കുള്ളിരിക്കുക എന്നുള്ളത്. അതായത് പുള്ളിക്കാരനെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി, ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയോട് സംസാരിക്കാനുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരൻ തന്നെ ഒരു അവസരം എടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ ഇവർ ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണ്. ഇവനാണെങ്കിൽ കൊണ്ടുവന്ന ഫുഡൊക്കെ ആണെങ്കിൽ ഇവന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കും അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് ഒറ്റപ്പെടലൊക്കെ
തോന്നുന്നുണ്ടോ, അവിടെ ഒറ്റയ്ക്കായുള്ള ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതേ സമയത്ത് നിന്നെ കണ്ടിരുന്ന വരെ എനിക്ക് അങ്ങോട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലാണെങ്കിൽ ഞാൻ എപ്പോൾ ഒറ്റപ്പെടൽ തോന്നി, ഒറ്റയ്ക്കായിരിക്കും തോന്നുമ്പോഴൊക്കെ ഞാൻ കണക്ക് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് പക്ഷേ കണക്ക് ചെയ്തിട്ട് അങ്ങ് ശരിയാകുന്നില്ല. കാരണം നീ കണക്കിനേക്കാളും ഹാർഡൊക്കെയാണെന്ന് അവൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ അവളാണെങ്കിൽ പറയുന്നുണ്ട്, നീയൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്, എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല, എനിക്ക് ഫിസിക്സ് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടാണ് തോന്നുന്നത്, എനിക്കൊട്ടും ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുകയാണ്. ശേഷം ഹീറോ പറയുകയാണ്, ഇന്ന് നീ ചീറുകൾ വേഷത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നീ ഒത്തിരി വലിയ ആളായ പോലെയൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അതായത് കുറച്ചും കൂടെ മെച്യൂറായി ഇങ്ങനെയൊക്കെ പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ സെന്നും ഫെയും ഇതെല്ലാം കാണുന്നുണ്ട്, ഇവർ സംസാരിക്കുന്നതൊക്കെ. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പെട്ടിട്ട് അവിടുന്ന് പോകണമായിരുന്നു. ഇതേ സമയത്താണെങ്കിൽ ഫെയ് പറയുന്നുണ്ട്, ഇവൾ എന്തിനാണ് ഏത് നേരം ഇവളുടെ കൂടെ പോകുന്നത്, ഇവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഇവൻ ഇത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് സെൻ പറയാണ്, ഞാനാണ് അവനെ ആദ്യമായിട്ട് കണ്ടത്, ഞാനാണ് ആദ്യം കൂട്ടുകൂടിയത് എന്നൊക്കെ ഇവരിങ്ങനെ പറയണം. അതായത് അവളല്ല, പിന്നെ എന്തുകൊണ്ടാണ് അവൻ അവളുടെ കൂടെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കര ദേഷ്യത്തോട് പറയണം. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലാണ് ചേർച്ച എന്നൊക്കെ ഫെയ് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സെന്നിനാണെങ്കിൽ ആ ഒരു ദേഷ്യം അടക്കാൻ വരുന്നില്ല. ശേഷമാണെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ടീച്ചറാണെങ്കിൽ ഇവൾ ഓൾറെഡി ചീർക്കിളായിട്ട് ഇപ്പോൾ ഡാൻസ് കളിച്ചിട്ട് വന്നതാണല്ലോ, സോ നന്നായിട്ട് കളിച്ചു. അത് മാത്രമല്ല നമ്മുടെ ചെറിയും കൂടെ ഉണ്ടായതുകൊണ്ട് ചെറിയും നന്നായിട്ട് കളിച്ചു, നമ്മളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ വളരെ നന്നായിട്ട് കളിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടീച്ചറാണെങ്കിൽ ഇവളെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുക. അതേ സമയത്ത് ചെറിയ കുറച്ച് മാർക്ക് കുറവുണ്ട്, നീ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, കാരണം അവൾ നന്നായിട്ട് കഴിവുള്ള കുട്ടിയാണ്, ചെറിയൊരു കുഴപ്പം മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഇത്രയും കഴിവുള്ളൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് അതും വളരെ നഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അത് ടീച്ചറിനോട് കംപ്ലയിൻറ്റ് പറയാൻ പോയിട്ട് അത് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവൾ തിരിച്ചു വരുന്നത്. സമയത്ത് ഫെയ് ആണ് ടീച്ചറിനോട് പറഞ്ഞു ചോദിക്കുകയാണ്, ടീച്ചറിനോട് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹീറോ തെറ്റായ വഴിയെ പോകും, അവൻ്റെ കരിയറൊക്കെ നശിച്ചു പോകത്തേ ഉള്ളൂ, അത് നമുക്ക് തിരിച്ച് മാറ്റിയിട്ട് എങ്ങനെയും അവനെ നേരായ വഴിക്ക് കൊണ്ടുപോകണം എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതേ സമയത്താണെങ്കിൽ യു ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട്, ഇവർ കുറേ നേരമായാലും സംസാരിക്കാൻ പോയിട്ട് ഇതുവരെ തിരിച്ച് വന്നില്ലോ എന്ന് പറയുകയാണ്. അതേ സമയത്താണെങ്കിൽ രണ്ട് പിള്ളേരാണെങ്കിൽ ഇവിടെ ഹീറോയിനോട് ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞെന്നും പറഞ്ഞ് അവരെന്നെ തപ്പാനായിട്ട് വരുവാണ്. അപ്പോഴത്തേക്ക് ഇവരുടെ ഫ്രണ്ട്സിൽ അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇവരെ തിരിച്ചുവിടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ ഈ രണ്ട് പെണ്ണുങ്ങളും കേൾക്കുന്നേ ഇല്ല. ശേഷമാണെങ്കിൽ ഹീറോയിലാണെങ്കിൽ അവർ മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ്. മെസ്സേജ് കണ്ട ഉടനെ ഇവർ എങ്ങനെ ഇവിടുന്ന് മുങ്ങണല്ലോ, അതിനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു. അതായത് തൊട്ടടുത്തുള്ള ഒരു മതിലുണ്ട്, അവിടുന്ന് വലിഞ്ഞു കയറി എങ്ങനെയെങ്കിലും താഴെ എത്താനായിട്ട് അവർ നോക്കുകയാണ്. സമയത്ത് ഇവരെങ്ങനെയാണ്ടൊക്കെ പിടിച്ച് നിർത്തുന്നുണ്ട്. പക്ഷേ പെണ്ണുങ്ങളാണെങ്കിൽ അവരെ നോക്കി ചെല്ലുവാണ് ചെയ്യുന്നത്. കൃത്യം അവർ ചെന്ന സമയത്തേക്കും ഹീറോയിനോടെ അപ്പുറം അതിൽ നിന്ന് ചാടി ഏകദേശം അപ്പുറം എത്തിയത് കൃത്യതേ സമയത്തോടെ ഒരു പട്ടിയെ കാണുവാണ്. ഹീറോയിനാണെങ്കിൽ ഓൾറെഡി താഴത്തേക്ക് ചാടിയിട്ടുമില്ല. പട്ടിയെ കണ്ടതും ഇവളാണെങ്കിൽ ഓടുവാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ ഇതിങ്ങനെ ഓടിയ സമയത്ത് കൃത്യം അവൻ ആക്സിഡൻ്റ് ആയിട്ട് വീഴുകയും അവൻ്റെ തലയൊക്കെ പൊട്ടുകയും ചെയ്യുകയാണ്. ശേഷം അവനെ ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. ആശുപത്രിയിൽ വെച്ച് ആൾക്ക് ഒത്തിരി സങ്കടമാണ്, കാരണം അവൾ കാരണമാണല്ലോ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല, നടന്ന കാര്യമൊന്നും വീട്ടിലാരോട് പറയണ്ട, അല്ലെങ്കിൽ ഇവരോട് പറയേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യം ഹീറോയുടെ അച്ഛൻ വരുമ്പോഴത്തേക്കും ഇവിടെ കാണുമ്പോൾ അതാണ് സംഭവിച്ച കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവളെല്ലാം പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞ് അച്ഛനാണെങ്കിൽ അവളെ പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ ഈ എപ്പിസോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തിക്കുകയുള്ളൂ.